നിനക്കൊക്കെ എന്ത് അണ്ടി വേണം? എടാ കൂടെ നിന്നേണ്ട മനസ്സിലായ? ഊമ്പിക്കാറിനൂടത്തോണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോയാൽ അവന്മാരെ കൂട്ടത്തി അപ്പുറത്തോട്ട്. മനസ്സിലായ? ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ഗ്യാങ് ഹൗസിലോട്ട് വരുന്ന ദിവസത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. ഈ ഒരു കോട്ടും സ്യൂട്ടും മറ്റേ ഇതെല്ലാം ഇട്ടിട്ട് അവസാനം വന്ന് ദാമുവിന്റെ വേഷം കെട്ടിയ ദിവസം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ആ ദിവസം കണ്ടവർക്കറിയാം. വൈകുന്നേരം ഇവൻ നമ്മളവിടെ വന്നപ്പം ഇവൻ ഫസ്റ്റ് വന്നിട്ട് ഇവന്റെ ഫോൺ ചാർജ് ഇല്ലെന്നും പറഞ്ഞ് ഇവൻ കുത്തിയിട്ടിട്ടാ ഇവൻ പുറത്തു പോയത്. മനസ്സിലായി? ഇവന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, എടാ നിന്റെ ഫോൺ ഇത്രയും വട്ടം കോൾ അടിക്കണം, ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ വെളിയിൽ പോയിട്ട് വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി വന്നതാ. ഈ ജാസി എന്ന് പറയണവൻ ലൈവ് തുടങ്ങുന്ന സമയത്ത് ഇവൻ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് കയറി വന്നതാ. മനസ്സിലായ? അവന്റെ ഇൻട്രോ അങ്ങനെ അവന് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഇവന്റെ എടാ സൂപ്പർ ചാറ്റ് ചെക്ക്, സൂപ്പർ ചാറ്റ് ഓൺ ആക്കിയിട്ടില്ല. സൂപ്പർ ചാറ്റ് ഓഫാ. സൂപ്പർ ചാറ്റ് വേണ്ട. മനസ്സിലായ? ഇവ പുറത്തു പോയിട്ട് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറി വന്നതാ ഇവൻ. മനസ്സിലായോ? ഇവന്റെ അമ്മുമ്മ ഇവൻ ഫസ്റ്റ് ഇവന്റെ ഒരു സെന്റിമെന്റ് പിടുത്ത ഒരു സാധനം ഉണ്ടല്ലോ. ഇവന്റെ ഒരു സെന്റിമെന്റ് പിടുത്ത സാധനം ഉണ്ടല്ലോ. വൈകുന്നേരം എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8 മണി 9 മണിക്ക് എന്തോ അന്നത്തെ ദിവസം ഇവന്റെ 8 മണി 9 മണി 10 മണി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വലിയ എന്ന് പറഞ്ഞ ഇവന്റെ അമ്മുമ്മ നമ്മൾ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ നിയാദ് ഉൾപ്പെടെ 4 പേര് ആ വീട്ടിൽ പോയിരുന്നു. ഇവന്റെ അമ്മുമ്മ മരിച്ചെന്നും പറഞ്ഞാണ് ആദ്യം ഇവന്റെ ഒരു വീഡിയോ ഇറങ്ങണതും ഇത് ഭയങ്കര രീതിയിൽ കയറിയിട്ട് ഒരു സാധനം ഇവന് ഉണ്ടാക്കണത്. മനസ്സിലായ? ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടുകാർ ഇവന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഇവനെ വിളിച്ച് പറഞ്ഞു എന്നും മീൻസ് ഇവന്റെ ഫോണിൽ കോൾ വന്നു, ഇവന്റെ വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഇവന്റെ വല്യമ്മ ആ വയസ്സായ അമ്മുമ്മ മരിച്ച കേസ്. ഇവന് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവ ഭയങ്കര അഭിനയവും ഭയങ്കര പറയൊക്കെ ആയിരുന്നല്ലോ അത് ഈ കിടന്ന് സ്ക്രീനിൽ കിടന്നിട്ട്. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ നിന്ന് ഇവ അറിഞ്ഞു ഇവന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവ അറിഞ്ഞു. എന്ത് പറയും പ്രൂഫ്? നിനക്കൊക്കെ എന്ത് അണ്ടി വേണം? എടാ കൂടെ നിന്നേണ്ട മനസ്സിലായ? ഊമ്പിക്കാറിനൂടത്തോണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോയാൽ അവന്മാരെ കൂട്ടത്തി അപ്പുറത്തോട്ട്. മനസ്സിലായ? എടാ എന്ത് പ്രൂഫ്? നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ പോടാ അവന്റെ വീട്ടില്. നീയൊക്കെ പോയിട്ട് അന്വേഷിച്ച് നോക്കടാ. അവന്റെ വീട്ടില് മരണം സംഭവിച്ച എത്ര മണിക്കാണെന്ന് നീയൊക്കെ പോയി അന്വേഷിച്ച് നോക്കടാ. ഇനി ഞാൻ അതിന് നിനക്കൊക്കെ പ്രൂഫ് പറഞ്ഞോ? എടാ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം ഞാൻ ഇപ്പം വന്ന് നിങ്ങളടുത്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തണ്ടിക്ക് എനിക്ക് അവന്റെ വീട്ടിലൊരു മരണം എനിക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് എന്താ? അന്നത്തെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത്. ഇവന്റെ അമ്മുമ്മ മരിച്ചതാണ്. മനസ്സിലായ? ലൈവിൽ ഇവന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും ലൈവിൽ സെന്റിമെന്റ് പിടിച്ച് ഊമ്പാൻ വേണ്ടിയിട്ട് ഇവ നമ്മളടുത്ത് ആ വീട്ടിൽ കൂടെ ഇന്ന് നമ്മളടുത്ത് പോലും പറയാതെ ഇവ ലൈവിന്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഇത് കണക്ക് മെസ്സേജ് നമ്മളെ കാണിച്ചു. മനസ്സിലായ? ആ പറയണ മെസ്സേജിലുണ്ടായിരുന്നു. നമ്മൾ കണ്ട ആ മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജിലുണ്ടായിരുന്നു ആ മെസ്സേജ് എത്ര മണിക്കാണ് വന്നതെന്നുള്ളത്. മനസ്സിലായ? ഇത് ഇവൻ ലൈവ് കഴിഞ്ഞിട്ട് ഇവൻ ഇനി പോയിട്ട് വേറൊരു ദിവസത്തേക്ക് ഇതാക്കാൻ പറ്റൂല. ഇതൊന്നും വേറെ ദിവസത്തേക്ക് അവൻ ആക്കാൻ പറ്റൂല. ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിന് എനിക്ക് നിങ്ങൾക്ക് തെളിവും കാര്യങ്ങളും ഒന്നും എനിക്ക് തരാൻ താല്പര്യമില്ല. എന്തു മതി? നിനക്ക് ജാസ്തിയുടെ കുണ്ണ പിടിക്കാനാണ് താല്പര്യം. നീ പൊയ്ക്കോ. നീ ഇവിടെ ലൈവ് ഒന്നും നീ ഇരിക്കണ്ട. മനസ്സിലായ? എന്ത് മതി? ഞാൻ ഇത് തുടങ്ങോടാ. ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം. ഈ പറയണ ഈ കുണ്ടനം എന്ന് പറയണ ഇവ ഉണ്ടല്ലോ, ഈ ജാസ്തി എന്ന് പറയണമേ, എനിക്ക് ആ കൂട്ടത്തിൽ എന്തും ഞാൻ വിടും. ഇവനെന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് അവിടെ കാണിച്ച പിറപ്പ് ഞാൻ ഇനിയും തെളിവ് തരാടാ നിനക്കൊക്കെ. ഇനിയും തെളിവ് തരാം. നീയൊന്നും ഇത് വിശ്വസിക്കല്ലേ മക്കളെ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കല്ലേ. ഇതിന്റെ ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൂഫ് തരാം. മനസ്സിലായ? ലൈവ് എൻഡ് മുമ്പേ എന്തിനു വേണ്ടിയിട്ടാണ് ഇവന്മാര് ഗ്യാങ് തല്ലി തിരിപ്പിച്ചതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വ്യക്തിയെ ഇത്ര അറ്റാക്ക് ചെയ്ത് ഊമ്പിച്ചതെന്നും നിങ്ങൾക്ക് ഞാൻ ഒരു തെളിവ് തരാം. അത് പ്രൂഫ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതിടാ. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. മനസ്സിലായ? അത് കണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവണം? നിങ്ങൾ എന്തിനാ ഇത്രയും ടെൻഷൻ ആവണം? ഇത്രയും നാളെ
മതിയുടെ അത്രയോ ഡബ്ല്യു എടാ എന്റെ കൂടെ മനസ്സിലായ ഇത്രയും നാള് ഈ പറഞ്ഞ് നമുക്ക് ഹേറ്റ് ചെയ്യുന്നവരും ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കണവരും ഇപ്പൊ നമ്മളെ സ്നേഹിക്കണവരും എല്ലാവരും MRC ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ മനസ്സിലായ നമ്മളെ എല്ലാവരും അടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഈ നിന്ന് നമ്മളെ എനിക്ക് എന്റെ അടുത്ത് ഇത്രയും സംസാരിക്കുന്നത് എന്റെ ചാറ്റിൽ ഇപ്പൊ ചാറ്റ് ഇട്ടോണ്ടിരിക്കുന്ന എല്ലാവരും MRC ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണല്ലോ. അല്ലാതെ ഇതിന് പുതിയ ഓഡിയൻസ് ഒന്നും വന്നിട്ടുണ്ടോ? അപ്പൊ നിനക്കൊക്കെ എന്നെ ചീത്ത വിളിക്കാം, നിനക്കൊക്കെ എന്നെ തെറി പറയാം, നിനക്കൊക്കെ എന്നെ എന്തും പറയാം, മനസ്സിലായ എന്തും പറയാം, തരാവുള്ളൂ തന്നിട്ടേ വിടുള്ളൂ. ഇവന്മാർ ഇതൊക്കെ എന്തിനാണ് ചെയ്തതെന്നുള്ളത് അതൊക്കെ വളരെ വളരെ ഇതായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടാ, മനസ്സിലായ. ഇത്രയും ദിവസത്തെ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ 3000 റെക്കോർഡിംഗ് ഉണ്ടല്ലോ മോനെ, ഈ 3000 റെക്കോർഡിംഗ് കേൾക്കലായിരുന്നു എന്റെ പണി. ഈ 3000 റെക്കോർഡിംഗ് കേൾക്കലായിരുന്നു എന്റെ പണി. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഇത് എല്ലാം കേട്ട് ഞാൻ തീർത്തത്. ഒരുപാട് സാധനം തരാറുണ്ടാ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരൊറ്റ റെക്കോർഡിങ് കേട്ടാ, ഒരൊറ്റ സാധനം ഈ ഫോണിൽ നിന്ന് ഞാൻ കേട്ട്, ഈ ഒറ്റ സാധനം കേട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ അത്രയ്ക്ക് ഒരു കുണ്ണയായി പോടാ. ഇവന്മാർക്ക് ഇത്രയും നാൾ ഇവനെയൊക്കെ ആ വീട്ടിൽ അത്രയും നല്ല രീതി ഇവനെയൊക്കെ നോക്കിയത്. ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവന്മാര് കുറെ ഇത് പറഞ്ഞല്ലോ. ഞാൻ ആ വീട്ടിൽ 2.5 വർഷം ഞാൻ ചെന്നിട്ട് 2.5 വർഷമായി. ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഇന്ന് ഞാൻ ഈ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസയ്ക്കോ പണത്തിനോ ഫെയിമിനോ പറിക്കോ വേണ്ടിയിട്ടല്ല അവിടെ നിന്നേന്നുള്ളത് എനിക്ക് ഇന്ന് നല്ല വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്, മനസ്സിലായ. ഞാൻ പൈസയ്ക്കോ പണത്തിനോ വേണ്ടിയിട്ടല്ല ഞാൻ അവന്റെ കൂടെ നിന്നത്. അങ്ങനെ ഞാൻ അവന്റെ കൂടെ നിന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ബാക്കി അവിടെ നിറങ്ങിയ ഞാൻ മുനുവിനെ ഒരിക്കലും മാറ്റി നിർത്തൂല കേട്ടോ. ഉണ്ടായത് എന്തിനാണെന്നറിയാമോ? ചെറിയ കാര്യങ്ങൾക്ക് ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നുള്ള രീതിയിൽ ഞാൻ മുനുവായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഞാനും മുനു ഇന്ന് നല്ല രീതിയിലാണ് ഞാൻ, മനസ്സിലായ. മുനു ഒരിക്കലും ഈ പൈസ കൊണ്ട് കൂടെ പോയെന്ന് ഞാൻ പറയൂല. പൈസയ്ക്കോ ഫെയിമിനോ വേണ്ടിയിട്ട് മർഗണ്ടം ചാടിയെന്നോ അല്ലെങ്കിൽ വേറെ പലതിനും വേണ്ടിയിട്ട് പോയെന്ന് ഞാൻ ഒരിക്കലും പറയൂല. ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോളൂ. ഈ പറഞ്ഞ മുനവർ എന്ന് പറഞ്ഞ വ്യക്തിയും ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടാ. അല്ലാതെ അവന്റെ പൈസയ്ക്ക് അവന്റെ ഇതിനും വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടിയിട്ട് നിൽക്കാനായിരുന്നുണ്ടെങ്കിൽ ഈ വീട്ടില് ഫസ്റ്റ് ലൈവ് മമ്മു തുടങ്ങിയതിനു ശേഷം ലൈവ് തുടങ്ങാൻ പറഞ്ഞത് എന്റെ അടുത്താണ്, മനസ്സിലായ. ഫസ്റ്റ് മമ്മു ലൈവ് തുടങ്ങി കഴിഞ്ഞപ്പോ ലൈവ് തുടങ്ങാൻ പറയണത് എന്റെ അടുത്താണ്. അന്ന് എന്റെ അടുത്ത് ഈ പറയണതിൽ ഒരു വ്യക്തി ഒന്ന് പറഞ്ഞു, റാംബോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ഇന്നലെ കയറി വന്ന ജാസി ഇവിടെ ലൈവ് തുടങ്ങണ്ടെന്ന് ഒരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞേടാ എനിക്ക് തുടങ്ങണ്ട, നീ തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞേടാ എനിക്ക് തുടങ്ങണ്ട, നീ തുടങ്ങിക്കോ. ഇതൊക്കെ നാളെ വന്ന് നിരസിക്കുമായിരിക്കും. നാളെ വന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ഒരു സംഭവമേ നടന്നില്ലെന്ന് പറയായിരിക്കും. അല്ലെ ഇനി എപ്പം വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ, ഇനി എപ്പം വരുമെന്നൊന്നും പറയാനൊന്നും പറ്റൂല. കാരണം എന്താണെന്നറിയാമോ? പല കേസിന്റെ പുറകെയല്ല, ഇനി എപ്പോഴൊക്കെ വരുമെന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂത്രം മാറ്റക്കം, ചോര മാറ്റക്കം, എന്താ എയ്ഡ്സ് വല്ലതും ഉണ്ടാ മൂത്രം മാറ്റാൻ വേണ്ടിയിട്ട്? എന്തോ അത് അതിന്റെ രീതി നടക്കട്ടെ. അതിന്റെ രീതിയിൽ ഞാൻ വേറെ കുറച്ച് കഥകളൊക്കെ അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഇന്ന് ചീത്ത വിളിച്ചവര് നാളെ വൈറ്റ് വാഷ് ചെയ്യുമോന്നാ, എന്തൊക്കെയോ മാറ്റണോന്നാ, അതെന്തോ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് തുമ്പുമാലും കിട്ടുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നവർക്ക് ഇത് മനസ്സിലായി കാണും. മനസ്സിലായ? അപ്പൊ ഈ പാമ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിടുന്നത്. പാമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പാമ്പിനെ കുറിച്ച് കൂടുതലായിട്ട് തരണമെന്നുണ്ടെങ്കിൽ ഈ ഫോണെന്ന് പറയണത് ഇത് ഈ പാമ്പെന്ന് പറയുന്ന തായളിയുടെ ഫോണാണ് ഈ ഫോൺ, മനസ്സിലായ. ഈ ഫോണിന്റെ അകത്തുനിന്നാണ് ഈ സാധനങ്ങൾ മൊത്തം കിട്ടണത്. ഇവ നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവ കക്കൂസി പോലും ഈ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്നെന്ന് എനിക്ക് സംശയം ഉണ്ടോ, മനസ്സിലായ. കക്കൂസി പോലും ഇവ ഈ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിരുന്നെന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ ഇനി അതിന്റെ വീഡിയോ നാളെ വരുമായിരിക്കും. അറിഞ്ഞൂടാ, സീരിയസ് ആയിട്ട് അറിഞ്ഞൂടാ. മറ്റേ പ്രൂഫ് ഞാൻ നിങ്ങളടുത്ത് തന്നിരിക്കും, എന്നിട്ടേ പോകൂ, മനസ്സിലായ. കോൾ തായോളിയാ, ആ തായോളി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിച്ചിട്ട് ഇവനൊക്കെ എന്തിനാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞ ആ ഒരു കാര്യമേ മൊത്തത്തിൽ വിട്ടാ. ഞാൻ ഒരു കാര്യം അതിൽ ഒരുത്തന്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം നീയൊക്കെ ആലോചിച്ചാൽ മാത്രം മതി. എന്നെങ്കിലും ഒരു ദിവസം ഇതെല്ലാം മനസ്സിലാക്കും. ഈ കണ്ടതൊന്നും അല്ല സത്യമൊന്നും, നിന്നെയൊക്കെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച ആരൊക്കെയെന്നും എല്ലാം നീയൊക്കെ നാളെ അവന്മാർക്കെതിരെ നീയൊക്കെ തിരിയും.
ഇവന്മാര് പോണ ഓരോ സ്ഥലങ്ങളിലും ഇവന്മാര് അവന്മാർക്കെതിരെ തിരിയും. മനസ്സിലായ?